സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക്. ചരിത്രത്തിലാദ്യമായി പവന് 75,000 രൂപ കടന്നു. പവന് 260 രൂപ വർദ്ധിച്ച് 75,040 രൂപയായി. ഗ്രാമിന് 95 രൂപ കൂടി 9,380 രൂപയായി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ബീന റാണി ചേരുകയാണ്. ബീന, സർവകാല റെക്കോർഡിലേക്ക് സ്വർണ്ണവില എത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിച്ചുയരുമെന്നുള്ള സൂചനകൾ തന്നെയാണോ മുന്നിലുള്ളത്? സുരേഷ്, തീർച്ചയായും സ്വർണ്ണവിലയ്ക്ക് തീ പിടിച്ചു എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സ്വർണ്ണവില എത്തിയിട്ടുള്ളത്. ഇന്ന് മാത്രം പവന് 760 രൂപ വർദ്ധിച്ച് 75,040 രൂപയ്ക്കാണ് വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. ഒപ്പം തന്നെ ഗ്രാമിന് 95 രൂപ കൂടി 9,380 രൂപയായിട്ടുണ്ട്. കഴിഞ്ഞ മാസം 74,500 രൂപയിലെത്തിയതാണ് ഇതിനു മുമ്പേ ഉണ്ടായിരുന്ന റെക്കോർഡ്. ഏതാണ്ട് ഒരു 40 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്വർണ്ണവിലയിൽ ഇപ്പോൾ വീണ്ടും കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും ഡോളർ രൂപ വിനിമയ നിരക്കിലുള്ള ചില വ്യതിയാനങ്ങൾ സ്വർണ്ണവിലയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളും സ്വർണ്ണവിലയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. അതായത് രാജ്യാന്തര വിപണിയിലെ വില വ്യത്യാസമാണ് ആഭ്യന്തര വിപണിയിലെ വിലയിലും പ്രതിഫലിക്കുന്നത് എന്ന് വേണം കരുതാൻ. ജപ്പാനെതിരെ അമേരിക്ക 25% ഇറക്കുമതി ചുങ്കം ചുമത്തിയത് സ്വർണ്ണവിലയെ കാര്യമായി ബാധിച്ചു. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഇറക്കുമതി ചുങ്കത്തിൽ ഒരു ഇളവ് പിന്നീട് പ്രഖ്യാപിച്ചിരുന്നു. ഒരു 15% കുറച്ചിട്ടുണ്ട്. ഇതൊരു പക്ഷേ വരും നാളുകളിൽ സ്വർണ്ണവില കുറയുന്നതിന് കാരണമാകാമെന്നും ഈ മേഖലയിലുള്ളവർ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഒരു വൈകാരിക വസ്തു കൂടിയായതിനാൽ, ഒപ്പം തന്നെ വിവാഹ സീസണൊക്കെ വരുന്നതിനാൽ ഈ സ്വർണ്ണവിലയിലെ വർധനവ് വലിയ തോതിൽ ഉപഭോക്താക്കളെ ബാധിച്ചേക്കാം. എന്നാൽ എപ്പോഴൊക്കെ സ്വർണ്ണവില കൂടിയ നിലയിലെത്തുമോ അപ്പോഴൊക്കെ തന്നെ ഉപഭോക്താക്കൾ ഇതൊരു നിക്ഷേപ മാർഗമായി കൂടെ കാണുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് ഒരു സുരക്ഷിത നിക്ഷേപമായാണ് സ്വർണ്ണത്തെ കാണുന്നത്. മറ്റ് ആസ്തികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സ്വർണം വലിയ നേട്ടം കൊയ്യുന്നതാണ് ഇത്തരത്തിൽ സ്വർണ്ണത്തിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കാരണമാകുന്നത്. എന്തായാലും വരും ദിനങ്ങളിലും സ്വർണ്ണവില ഉയരത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഈ മേഖലയിലുള്ളവർ കണക്കാക്കുന്നത്. വിപണിയിൽ നിന്നുള്ള വിവരമനുസരിച്ച് ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുന്നില്ല വില വർദ്ധിക്കുമ്പോഴും. എന്നാൽ മറ്റു തരത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ 40 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മാത്രമാണ് ഇങ്ങനെ വില കൂടിയതെന്നതിനാൽ ഇനി ഉയർച്ചയിലേക്കാണോ താഴ്ചയിലേക്കാണോ പോകുന്നത് എന്ന കാര്യം വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.